ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള പറമ്പിലാണ് ഉള്ളത്. പറമ്പ് മൊത്തം കാടും പടലും പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ പാമ്പിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ സൂക്ഷിച്ചും കൊണ്ട് നടന്നില്ലെങ്കിൽ കടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദേ ഈ കാണുന്നതാണ് എൻ്റെ പറമ്പിൽ കായ്ച്ച കൈതച്ചക്ക. അപ്പോൾ കുറച്ച് ദിവസമായി ഇതിങ്ങനെ കായ്ച്ച് ഇവിടെ കിടക്കുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഈ കൈതച്ചക്ക പറിച്ചെടുക്കുകയാണ്. ഇനി ഈ കൈതച്ചക്ക അടുക്കളയിൽ കൊണ്ടുപോയി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഈ കൈതച്ചക്ക ഉപയോഗിച്ച് ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാം. ആദ്യമായി ഞാൻ ഈ കൈതച്ചക്കയിൽ നിന്നും ഇതിൻ്റെ ഇലയും തണ്ടുമെല്ലാം വേർപെടുത്തി എടുക്കുകയാണ്. ഇനി ഈ കാണുന്ന കൂമ്പിന്റെ ഭാഗം പറമ്പിൽ നല്ലൊരു സ്ഥലം നോക്കി നട്ടുകൊടുക്കാം. എന്നിട്ട് അടുത്ത തവണ ഈ കൂമ്പിൽ നിന്നും കൈതച്ചക്ക കായ്ക്കുമോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ തിരിച്ച് പറമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു സ്ഥലം നോക്കി ഈ കൂമ്പ് നട്ടുകൊടുക്കണം. അപ്പോൾ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ കൂമ്പ് ചെറിയൊരു കുഴി മാന്തിയെടുത്ത് നട്ടുകൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കൊലശ്ശേരി ഉപയോഗിച്ച് ചെറുതായിട്ട് ഒരു കുഴി തോണ്ടിയെടുക്കാം. അതിലേക്ക് ഈ കൂമ്പ് വെച്ച് നട്ടുകൊടുക്കാം. ഈ കുഴിയിലേക്ക് കൈതച്ചക്കയുടെ കൂമ്പ് നേരെ വെച്ച് നട്ടുകൊടുക്കാം. ഈ കൂമ്പിന്റെ ചോട്ടിലേക്ക് നല്ലതുപോലെ മണ്ണ് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കൂമ്പ് നല്ലതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൂമ്പിൽ നിന്നും അടുത്ത പ്രാവശ്യം കൈതച്ചക്ക കായ്ക്കുമെന്ന് നോക്കാം. ഇനി നമുക്ക് തിരിച്ച് അടുക്കളയിൽ പോയി കൈതച്ചക്ക വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അടുക്കളയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമുക്കിനി ഈ കൈതച്ചക്ക വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ മൂർച്ചയുള്ള ഒരു കത്തി എടുത്ത് കൈതച്ചക്കയുടെ തൊണ്ടിന്റെ ഭാഗമെല്ലാം വളരെ സൂക്ഷിച്ച് ചെത്തി മാറ്റി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കൈതച്ചക്കയുടെ തൊണ്ടെല്ലാം ചെത്തി മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കൈതച്ചക്കയുടെ മുകളിൽ കാണുന്ന കൂമ്പിന്റെ ഭാഗം ചെത്തി മാറ്റുകയാണ്.
അതുപോലെ തന്നെ മറുവശത്തായി കാണുന്ന തണ്ടിന്റെ ഭാഗവും ചെത്തിമാറ്റുകയാണ്. ഇനി ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ കൈതച്ചക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കൈതച്ചക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് എടുത്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങളിൽ നിന്നും നമുക്ക് കൈതച്ചക്കയുടെ ജ്യൂസ് വേർതിരിച്ച് എടുക്കാം. അപ്പോൾ ഈ ജ്യൂസ് മേക്കർ ഉപയോഗിച്ചാണ് ഞാനിന്ന് ജ്യൂസ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് വൈദ്യുതിയുടെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് ഈ ജ്യൂസർ പ്രവർത്തിപ്പിക്കാം. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. കൈതച്ചക്കയുടെ ഓരോ കഷ്ണങ്ങൾ എടുത്ത് ജ്യൂസറിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഹോളിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ പ്രസ് ചെയ്ത് പിടിച്ച് ഈ ലിവർ കറക്കി കഴിഞ്ഞാൽ നമുക്ക് കൈതച്ചക്കയുടെ ജ്യൂസ് വേർതിരിച്ചെടുക്കാം. ഈ ജ്യൂസറിൻ്റെ ഈ സൈഡിലൊരു ഹോളുണ്ട്. ആ ഹോളിൽ നിന്ന് ജ്യൂസ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വൈദ്യുതിയുടെ ഉപയോഗമില്ലാതെയാണ് ഈ ജ്യൂസർ ഉപയോഗിച്ച് ജ്യൂസ് തയ്യാറാക്കുന്നത്. ഇതൊരല്പം പ്രയാസമുള്ള പണിയാണ്. ഇലക്ട്രിക് ജ്യൂസർ പോലെ അത്ര ഈസിയായി ഇത് ഉപയോഗിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓരോ കഷ്ണങ്ങളിൽ നിന്നും ജ്യൂസ് വേർതിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരല്പം സമയമെടുക്കും. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരു ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളിൽ നിന്ന് കൂടി പൈനാപ്പിൾ ജ്യൂസ് വേർതിരിച്ച് എടുക്കാം. അങ്ങനെ എല്ലാ കഷ്ണങ്ങളിൽ നിന്നും പൈനാപ്പിൾ ജ്യൂസ് വേർതിരിച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിവിടെ 1.5 ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് ആ ചെറിയ പൈനാപ്പിളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി കാണുന്ന വേസ്റ്റാണ് ആ പാത്രത്തിലിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.